എല്ലാവർക്കും നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിലെ രണ്ട് കേസുകളിൽ ഒന്ന് ദ്വാരപാലക പാളികളുമായി ബന്ധപ്പെട്ട കേസ്, രണ്ടാമത്തേത് കട്ടിളപ്പാളികളുമായി ബന്ധപ്പെട്ട കേസ്. ഈ രണ്ടിലും പ്രതിയാക്കിയിട്ട് അവിടുത്തെ തന്ത്രി കണ്ഠര് രാജീവരെ അറസ്റ്റ് ചെയ്തപ്പോൾ അത് ശരിയായിട്ടുള്ള നിയമ നടപടികളുടെ അടിസ്ഥാനത്തിലല്ല അറസ്റ്റ് എന്നും റിമാൻഡ് റിപ്പോർട്ടിൽ SIT പറഞ്ഞിരിക്കുന്ന വാദങ്ങളെല്ലാം ദുർബലമാണ് എന്നുമായിരുന്നു ആദ്യഘട്ടം മുതൽ തന്നെ എൻ്റെ വാദം. എന്നാൽ അതിനെ തുടർന്ന് ഞാൻ തന്ത്രിയെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ നിരവധി ആൾക്കാരുടെ പോസ്റ്റുകളുണ്ടായി. ഞാൻ പങ്കെടുത്ത ചാനൽ ചർച്ചകളുടെ വീഡിയോ വരുന്ന സമയത്ത് യൂട്യൂബിൽ അതുമായി ബന്ധപ്പെട്ട കമൻറ്റുകളുണ്ടായി. തന്നെയുമല്ല, എൻ്റെ വെൽവിഷേഴ്സ് ആയിട്ടുള്ള കുറേയധികം ആൾക്കാർ എന്നെ നേരിൽ വിളിച്ചതിന് ശേഷം നോക്കൂ, ഇങ്ങനെ തന്ത്രിയെ സപ്പോർട്ട് ചെയ്തിട്ട് പറയരുത്, ഇവരൊക്കെ തന്നെ കള്ളന്മാരായിരിക്കും എന്നൊക്കെ തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ ആ ഘട്ടങ്ങളിലെല്ലാം തന്നെ ഞാൻ ആൾക്കാരോട് പറഞ്ഞത്, ഞാനിവിടെ നിയമത്തിൻ്റെ വഴി മാത്രമാണ് നോക്കുന്നത്. തന്ത്രിയെ അറസ്റ്റ് ചെയ്യാനായിട്ടുള്ള മതിയായ കാരണങ്ങൾ അദ്ദേഹത്തിൻ്റെ റിമാൻഡ് റിപ്പോർട്ടിൽ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ തന്ത്രിയെ അറസ്റ്റ് ചെയ്യണമെന്നുണ്ട് എങ്കിൽ ഈ തെളിവ് പോരാ എന്നാണ്. ഇതിനേക്കാൾ കൂടുതലായിട്ടുള്ള തെളിവുകൾ, തന്ത്രിക്ക് ഈ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പങ്കുണ്ട് എന്ന് തെളിയിക്കുക, തന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പീരീഡിൽ വലിയ തുകകളുടെ ട്രാൻസാക്ഷൻസ് ഉണ്ടാവുക, അത് വിശദീകരിക്കാനായിട്ട് തന്ത്രിക്ക് കഴിയാതെ വരിക, അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മാത്രമേ അദ്ദേഹം കുറ്റക്കാരനാണ് എന്ന രീതിയിലത്തേക്ക് നമുക്ക് പരിഗണിക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെ അദ്ദേഹം കുറ്റക്കാരനാണ് എന്ന് വന്നു കഴിഞ്ഞാൽ ഒരു തരത്തിലും അദ്ദേഹത്തെ ഞാൻ പിന്തുണയ്ക്കില്ല എന്നും ഞാനന്ന് പറഞ്ഞിരുന്നു. ഇന്നിപ്പോൾ അന്ന് ഞാൻ പറഞ്ഞിരുന്ന അഭിപ്രായം എന്താണോ ആ അഭിപ്രായം തന്നെയാണ് ശരി എന്ന് കൊല്ലം വിജിലൻസ് കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ ദിവസം തന്ത്രിയെ അദ്ദേഹം കൊടുത്ത ആദ്യത്തെ ജാമ്യാപേക്ഷയിൽ തന്നെ തീർപ്പ് കൽപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചുകൊണ്ടാണ് കോടതിയുടെ ഉത്തരവുണ്ടാകുന്നത്. ഇതിൽ തന്നെ SITക്കെതിരെ അതിരൂക്ഷമായിട്ടുള്ള പരാമർശങ്ങളുണ്ട്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തന്ത്രിയെ ഈ കാര്യത്തിൽ പ്രതി ചേർക്കാനായിട്ടുള്ള ഒരു തെളിവിൻ്റെ കണിക പോലും ഈ കാര്യത്തിൽ കാണാനില്ല എന്ന് കോടതി നിരീക്ഷിച്ചിരിക്കുന്നതാണ്. എന്താണ് ഈ വിധിയുടെ വിശദ വിവരങ്ങൾ എന്നതിനെക്കുറിച്ച് പരിശോധിക്കുകയാണ് ഈ വീഡിയോയിൽ. നോക്കാം. ഈ വിധിയിൽ പറയുന്നത് ഇങ്ങനെയാണ്: Very importantly, there is nothing on record for the matter, not even an iota of evidence from the side of the Special Investigation Team SIT to establish any positive involvement on the part of the petitioner in the alleged irregularities. അതായത് ഈ രണ്ട് കേസുകളുമായി ബന്ധപ്പെട്ട് തന്ത്രിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പങ്കുണ്ട് എന്ന് തെളിയിക്കുന്ന തെളിവിൻ്റെ ഒരു കണിക പോലും ഇവിടെ SITക്ക് ഹാജരാക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നാണ് കോടതി പറയുന്നത്. The case of the Special Investigation Team regarding criminal conspiracy fails on account of the admitted fact of the petitioner not signing the crucial mahasars of 20 July 2019 and 18 May 2019. അതായത് തന്ത്രിക്ക് ഇതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയിൽ കൃത്യമായിട്ടുള്ള പങ്കുണ്ട് എന്നുള്ളതാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പറഞ്ഞിരുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട രണ്ട് പ്രധാനപ്പെട്ട മഹസറുകളുണ്ട്. അതിലൊന്ന് 2019 മെയ് മാസം 18-ാം തീയതിയാണ്, മറ്റൊന്ന് 2019 ജൂലൈ മാസം 20-ാം തീയതിയാണ്. ഈ രണ്ട് മഹസറുകളിലും തന്ത്രി ഒപ്പിട്ടിട്ടില്ല എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു വിവരമാണ് എന്ന് കോടതി കണ്ടെത്തുന്നുണ്ട്. അത് തന്നെയുമല്ല, ഇൻ ഫാക്ട് ഹാഡ് ദെയർ ബീൻ എ കോൺസ്പിറസി ആസ് അലെജ്ഡ്, the petitioner would definitely have been a signatory to both the crucial mahasars. അതായത് ആ ഒരു ഗൂഢാലോചനയിൽ തന്ത്രിക്ക് ഏതെങ്കിലും വിധത്തിലുള്ള പങ്കുണ്ടായിരുന്നുവെങ്കിൽ നിർബന്ധമായും അദ്ദേഹം ഈ രണ്ട് മഹസറുകളിലും ഒപ്പിടുമായിരുന്നു എന്നാണ് കോടതി പറയുന്നത്. അപ്പോൾ ഇവിടെ തന്ത്രി ഒപ്പിട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള പങ്കുണ്ട് എന്ന് തെളിയിക്കുന്നതിന് SITക്ക് സാധിച്ചിട്ടേ ഇല്ല എന്നുള്ളതാണ് ഇവിടെ കൊല്ലം വിജിലൻസ് കോടതി കണ്ടെത്തുന്നത്. ഫർദർ, the mere signing of the first mahasar of 19 July 2019 by itself, in the absence of any other incriminating circumstances, is also not a ground to implicate the petitioner at this stage, especially since the mahasar was prepared pursuant to the formal decision of the board number ROC 9097/2018/M dated 5 July 2019. അതായത് 19 ജൂലൈ 2019 ഒരു മഹസറിൽ തന്ത്രി ഒപ്പുവെച്ചിട്ടുണ്ട്. പക്ഷേ മറ്റ് ഏതെങ്കിലും തരത്തിൽ തന്ത്രിയെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന തരത്തിലുള്ള ഒരു തെളിവും ഇല്ലാത്ത സാഹചര്യത്തിൽ അങ്ങനെ ഒരു മഹസറിൽ അദ്ദേഹം ഒപ്പിട്ടു എന്നത് മാത്രം അദ്ദേഹത്തിനെതിരായിട്ടുള്ള ഒരു കുറ്റമായിട്ട് കരുതാനായിട്ട് കഴിയില്ല എന്നാണ് പറയുന്നത്. കാരണം ആ മഹസർ തയ്യാറാക്കിയിരിക്കുന്നത് തന്നെ അതിന് 2 ആഴ്ച മുൻപ് ബോർഡ് എടുത്തിരിക്കുന്ന ഔദ്യോഗിക തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെ തന്ത്രിക്ക് അതിൽ പങ്കില്ല. അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട് ഇനിയും. ആസ് റൈറ്റ്ലി ആർഗ്യൂഡ് ബൈ ദ പെറ്റീഷണർ, തന്ത്രി ഇവിടെ ശരിയായി വാദിച്ചതുപോലെ, the petitioner cannot sit in judgment over the formal decision of the Travancore Devaswam Board of 5 July 2019 and of 20 March 2019. അതായത് പെറ്റീഷണർ ആയിട്ടുള്ള തന്ത്രി ഇവിടെ വാദിച്ചിരിക്കുന്നത് പോലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എടുത്തിരിക്കുന്ന ഔദ്യോഗിക തീരുമാനങ്ങൾക്ക് മുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ജഡ്ജ്മെന്റ് റൈറ്റ് അദ്ദേഹത്തിനില്ല.
അത് അദ്ദേഹത്തിൻ്റെ പരിധിയിൽ വരുന്ന കാര്യമേ അല്ല എന്നുള്ളതിനെ കോടതി ഇവിടെ പൂർണ്ണമായും അംഗീകരിക്കുകയാണ്. എന്നിട്ട് കോടതി ഇങ്ങനെ പറയുന്നു, ഇറ്റ് ഈസ് ഓൾസോ വെരി പെർട്ടിനന്റ് ടു നോട്ട് ഇൻ ദിസ് കോണ്ടെക്സ്റ്റ് ദറ്റ് ബോത്ത് ദ കാറ്റഗറീസ് ഓഫ് ആർട്ടിഫാക്ട്സ് ആർ നോട്ട് ഡയറക്ട്ലി റിലേറ്റഡ് ടു ദ പെർഫോമൻസ് ഓഫ് പൂജാസ് ഓർ റിച്വൽസ് or other religious ceremonies daily or on special occasions at the Sannidhanam of the temple, and all the artifacts in the two crimes are artifacts outside the sacred inner premises of the sanctum sanctorum of the temple, though part of the Srikovil as coverings of structures of the Srikovil. അതായത് ഇതുമായി ബന്ധപ്പെട്ട വസ്തുക്കളെല്ലാം തന്നെ, അത് കട്ടിളപ്പാളി ആയിക്കോട്ടെ, അതല്ല എങ്കിൽ ദ്വാരപാലക പാളികളായിക്കോട്ടെ, ഇതൊന്നും തന്നെ പൂജകളുമായി ബന്ധപ്പെട്ടതോ ആചാരങ്ങളുമായി ബന്ധപ്പെട്ടതോ മറ്റേതെങ്കിലും മതപരമായിട്ടുള്ള ചടങ്ങുകളുമായി ബന്ധപ്പെട്ടതോ ആയിട്ടുള്ള വസ്തുക്കളല്ല എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആ സമയത്ത് ചർച്ചകളിൽ ഞാൻ പറഞ്ഞിരുന്നു, അവിടുത്തെ പൂജാവിധികളുമായി ബന്ധപ്പെട്ട് ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കസ്റ്റോഡിയൻ മാത്രമാണ് തന്ത്രി, അല്ലാതെ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട മറ്റെല്ലാ കാര്യങ്ങളുടെയും കസ്റ്റോഡിയൻ എന്നത് ദേവസ്വം ബോർഡാണ് എന്ന്. അതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡ് തീരുമാനമെടുക്കേണ്ടുന്ന വിഷയങ്ങളിൽ തന്ത്രിയല്ല തീരുമാനമെടുക്കേണ്ടത്. അതുകൊണ്ട് ദേവസ്വം ബോർഡ് എടുത്തിരിക്കുന്ന ഒരു തീരുമാനത്തിന് മുകളിലായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ജഡ്ജ്മെന്റൽ റൈറ്റ് ഇവിടെ തന്ത്രിക്കില്ല എന്നത് വന്ന് പറഞ്ഞിരുന്നു. ആ പോയിന്റ് തന്നെയാണ് ഇവിടെ കോടതി ഇപ്പോൾ ശരിവെക്കുന്നത്. അതായത് ശ്രീകോവിലിൻ്റെ ഭാഗമായിട്ടുള്ള സ്ട്രക്ചറുകളുടെ കവറിങ്സ് അഥവാ അതിൻ്റെ ആവരണം, അലങ്കാരം എന്ന രീതിയിലത്തേക്ക് മാത്രമുള്ള വസ്തുക്കളാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വസ്തുക്കളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പൂജ നടക്കുന്നില്ല, അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും മതപരമായിട്ടുള്ള ചടങ്ങുകൾ നടക്കുന്നില്ല, എന്തെങ്കിലും ആചാരമില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ കസ്റ്റോഡിയൻ തന്ത്രിയല്ല എന്ന് ഇവിടെ വളരെ കൃത്യമായിട്ട് കോടതി കണ്ടെത്തുന്നു. അടുത്തത് മാനുവലിനെ കുറിച്ചാണ് പറയുന്നത്. ബിസൈഡ്സ് അണ്ടർ ദ മാനുവൽ ദ പെറ്റീഷണർ ഈസ് ബൗണ്ട് ടു റെൻഡർ ഒപ്പീനിയൻ ഓൺലി വെൻ സോട്ട് ബൈ ദ ബോർഡ് ആൻഡ് ഹിസ് ഡ്യൂട്ടീസ് as തന്ത്രി ആർ കൺഫൈൻഡ് ടു പൂജാസ്, സെറിമണീസ് ആൻഡ് റിലീജിയസ് പ്രാക്ടീസസ് എലോൺ. അതായത് ദേവസ്വത്തിൻ്റെ മാനുവൽ പ്രകാരം ഏതെങ്കിലും ഒരു വിഷയത്തിൽ തന്ത്രി അഭിപ്രായം പറയേണ്ടത് ബോർഡ് അങ്ങനെ ഒരു അഭിപ്രായം അദ്ദേഹത്തിനോട് രേഖാമൂലം ആവശ്യപ്പെടുമ്പോൾ മാത്രമാണ്. അതല്ലാത്ത സമയത്ത് അദ്ദേഹത്തിന് അഭിപ്രായം പറയേണ്ടുന്ന കാര്യമില്ല. അങ്ങനെ അഭിപ്രായം പറയുന്നത് പോലും ഏതെങ്കിലും പൂജകളുമായി ബന്ധപ്പെട്ട്, ഏതെങ്കിലും ചടങ്ങുകളുമായി ബന്ധപ്പെട്ട്, ഏതെങ്കിലും മതപരമായിട്ടുള്ള ആചാരങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മാത്രമാണ്. ഇവിടെ നടന്നിരിക്കുന്നത് ഒരു മെയിൻ്റനൻസ് വർക്കാണ്, റിപ്പയർ ആണ്. അതിൽ അദ്ദേഹത്തിന് ഒരു തരത്തിലുള്ള അഭിപ്രായവും അദ്ദേഹത്തിനോട് ചോദിച്ചിട്ടില്ലാത്ത സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് പൂജയുമായിട്ടോ ചടങ്ങുകളുമായോ അവിടെയുള്ള ഏതെങ്കിലും മതപരമായിട്ടുള്ള ആചാരങ്ങളുമായോ ബന്ധമില്ലാത്ത കാര്യമായതുകൊണ്ട് തന്നെ അദ്ദേഹം അതിൽ അഭിപ്രായം പറയേണ്ടുന്ന കാര്യമേ ഇല്ല എന്നുള്ളതാണ് കൊല്ലം വിജിലൻസ് കോടതി ഇതിൽ പറയുന്നത്. അത് ഇനിയും സ്ട്രെസ് ചെയ്ത് കോടതി പറയുന്നത് ഇങ്ങനെയാണ്: ദ പെറ്റീഷണർ ഹാസ് അബ്സല്യൂട്ട്ലി നോ റോൾ ടു പ്ലേ റിഗാർഡിംഗ് ദ റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസ് ആൻഡ് അപ്കീപ് of valuable തിരുവാഭരണംസ് of the Lord, for which there is an entire hierarchy of officials under the Travancore ദേവസ്വം മാനുവൽസ്. അതായത് തിരുവിതാംകൂർ ദേവസ്വം മാനുവൽ പ്രകാരം അവിടെയുള്ള തിരുവാഭരണങ്ങളുടെ കാര്യങ്ങളിൽ അതിൻ്റെ റിപ്പയർ, മെയിൻ്റനൻസ്, അതിനെ നല്ല രീതിയിലത്തേക്ക് സൂക്ഷിക്കുക, ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചുമതലകൾ അത് കൃത്യമായി നിർവചിച്ചിരിക്കുന്ന കുറേയധികം ഉദ്യോഗസ്ഥരുണ്ട്. അവർക്കൊരു ഹൈറാർക്കി ഉണ്ട്. അതിലൊന്നും തന്നെ തന്ത്രി ഉൾപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളിലൊന്നും തന്നെ തന്ത്രിക്ക് ഒരു തരത്തിലുള്ള പങ്കുമില്ല എന്നുള്ളതാണ് കോടതി അംഗീകരിക്കുന്നത്. അക്കോർഡിംഗ്ലി, അതുകൊണ്ട് on the basis of the aforesaid discussion and primarily based on the opinion of the petitioner dated 16 June 2019, it can only be held that the petitioner is entitled to be enlarged on bail in the two crimes, considering the facts and circumstances of the two crimes in the context of the specific limited role of the petitioner as the Tandri or chief priest of the Sri Ayyappa temple at Shabarimala, and also considering the medical and treatment needs of the petitioner and his religious obligations as the high priest of arguably the most famous Hindu shrine in Kerala. അതുകൊണ്ട് തന്നെ തന്ത്രിയുടെ 2019 ജൂൺ മാസം 18 അദ്ദേഹത്തിൻ്റെ അഭിപ്രായം നൽകിയിരിക്കുന്നതും ഒപ്പം തന്ത്രിയുടെ ആരോഗ്യസ്ഥിതി, അദ്ദേഹം ശബരിമലയിലെ മുഖ്യ തന്ത്രിയാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മതപരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കടമകൾ, ഈ കാര്യങ്ങളെ എല്ലാം തന്നെ പരിഗണിച്ചതിന് ശേഷം അദ്ദേഹം ഈ രണ്ട് കേസുകളിലും ബെയിലിന് അർഹനാണ് എന്ന് കോടതി കണ്ടെത്തുന്നു. ചുരുക്കി പറഞ്ഞാൽ ആദ്യത്തെ ചർച്ചകൾ മുതൽ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന അതേ ഭാഗം തന്നെ ഇപ്പോൾ സാധൂകരിക്കപ്പെട്ടിരിക്കുന്നു. എന്നെ വിമർശിച്ച, നല്ല രീതിയിലാണെങ്കിലും എന്നോട് ഉപദേശ രൂപത്തിൽ സംസാരിച്ച ആൾക്കാരെല്ലാവരും തന്നെ ഇത് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ശബരിമലയിലെ അയ്യപ്പൻ്റെ സ്വത്ത് ആരെങ്കിലും കട്ടുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അത് തന്ത്രിയായാലും മന്ത്രിയായാലും ഉദ്യോഗസ്ഥരായാലും അവർ ശിക്ഷിക്കപ്പെടണം എന്നുള്ള കാര്യത്തിൽ ഒരഭിപ്രായ വ്യത്യാസവുമില്ല. അതങ്ങനെ തന്നെ ആയിരിക്കണം. പക്ഷേ അതിൻ്റെ പേരിൽ, ഒരാളിൻ്റെ ഉത്തരവാദിത്തത്തിൽ പെടാത്ത ഒരു കാര്യത്തിൻ്റെ പേരിൽ വ്യാജമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ആരോപിച്ചുകൊണ്ട് ദുർബലമായിട്ടുള്ള ഒരു റിമാൻഡ് റിപ്പോർട്ടിൻ്റെ FIRൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ഒരു തന്ത്രി സ്ഥാനത്തിരിക്കുന്ന ആളിനെ കേസിൽ അറസ്റ്റ് ചെയ്യുക, 2 കേസുകൾ അദ്ദേഹത്തിന് മേൽ ചുമത്തുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അനാവശ്യമാണ്, അപലപനീയമാണ്. അതുകൊണ്ട് തന്നെയാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ അതിന് മതിയായിട്ടുള്ള കാരണങ്ങളില്ല എന്നുള്ള ഒരു കാര്യം അന്ന് മുതൽ തന്നെ പറഞ്ഞിരുന്നത്. ഒന്നാമത്, അദ്ദേഹത്തിന് ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്ന് തെളിയിക്കാനായിട്ടുള്ള ഒരു തരത്തിലുള്ള തെളിവുകളും SITയുടെ കയ്യിലില്ല.
രണ്ടാമത്തേത്, ഈ 2 ക്രൈമുകളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും തരത്തിലുള്ള പങ്കുണ്ട് എന്ന് തെളിയിക്കാനുള്ള ഒരു തെളിവുകളും രേഖകളും SITയുടെ കയ്യിലില്ല. മൂന്നാമത്, തന്ത്രിക്കുണ്ട് എന്ന് SIT പറയുന്ന തരത്തിലുള്ള ഒരു തരത്തിലുള്ള അധികാരവും അവിടുത്തെ ദേവസ്വം മാനുവൽ പ്രകാരം തന്ത്രിക്കില്ല എന്നുള്ളതും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഫാക്ട്സ് ആണ്. ഇങ്ങനെയുള്ള സത്യത്തിന്റെ അടിസ്ഥാനത്തിൽ, വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് തന്ത്രിക്കെതിരെ തെളിവിന്റെ കണിക പോലും ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്നതും SIT അതിരൂക്ഷമായിട്ടുള്ള വിമർശനം ഈ ജഡ്ജ്മെന്റ് വഴി നേടിയിരിക്കുന്നതും. അതുകൊണ്ട് സത്യമായി പുറത്തു വരട്ടെ. അയ്യപ്പന്റെ സ്വത്ത് കട്ടിരിക്കുന്നത് ആരാണ് എന്ന് വെച്ചാൽ അത് കൃത്യമായി പുറത്തു വരട്ടെ. എന്നാൽ അതിൻ്റെ പേരിൽ ഇല്ലാത്ത തെളിവുകൾ ഉണ്ടാക്കിക്കൊണ്ടുവരികയോ വ്യാജമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയോ ചെയ്ത് ഒരാളിനെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുക എന്നുള്ളത് അങ്ങേയറ്റം അപലപനീയമായിട്ടുള്ള കാര്യമാണ്. നേരത്തെ ഇവിടെ കോടതി തന്നെ പറഞ്ഞിരിക്കുന്നത് പോലെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നായിട്ടുള്ള ശബരിമല ക്ഷേത്രത്തിന്റെ ചീഫ് പ്രീസ്റ്റിനെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകുന്നത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല എന്നതിനെക്കുറിച്ച് കോടതിക്ക് ബോധ്യമുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിലുള്ള ഹിന്ദു സമൂഹത്തിനോ ഇവിടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾക്കോ അത്തരത്തിലുള്ള ബോധ്യമോ ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഖേദകരമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്ത് കാരണത്തിൻ്റെ പേരിലാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നത് എന്ന് ചോദിക്കാനായിട്ട് ഇവിടെ ഒരു പൊതുപ്രവർത്തകനോ രാഷ്ട്രീയ നേതാവോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇവിടുത്തെ വിശ്വാസി സമൂഹം പോലും തന്ത്രി തെറ്റുകാരനാണ് എന്നുള്ള ഒരു മുൻവിധിയോട് കൂടിയിട്ടാണ് ഈ കേസിനെ സമീപിച്ചത്. ഞാൻ ഇപ്പോഴും പറയുന്നു, തന്ത്രിയുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ട് എങ്കിൽ അത് രേഖാമൂലം തെളിയിക്കപ്പെടട്ടെ. അങ്ങനെയാണെങ്കിൽ അതിന് ഉചിതമായിട്ടുള്ള ശിക്ഷ എന്താണോ അത് അദ്ദേഹത്തിന് കിട്ടട്ടെ. മറിച്ച് അദ്ദേഹത്തിന് ഇല്ലാത്ത അധികാരങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് ആരോപിക്കുകയോ ഇല്ലാത്ത ഗൂഢാലോചനയിൽ യാതൊരു വിധത്തിലുള്ള തെളിവുമില്ലാതെ അദ്ദേഹത്തിനെതിരെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുകയോ ചെയ്യുന്നത് ശരിയായിട്ടുള്ള ഒരു നടപടിയല്ല എന്നുള്ളതാണ് വസ്തുത. ഇതിൻ്റെ ഒരു തുടർച്ചയെന്നോണമാണ് ഇല്ലാത്ത കേസിൽ തന്ത്രിക്ക് ദേവസ്വം ബോർഡ് നിയമപരമായി തന്നെ കൈമാറ്റം ചെയ്തിരിക്കുന്ന ദേവസ്വത്തിൻ്റെ രേഖകളിലുള്ള കോടതിയിൽ പോലും സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു വസ്തുത, അദ്ദേഹത്തിന് വാജിവാഹനത്തിനുള്ള അവകാശം, അത് അദ്ദേഹത്തിനായിട്ട് ഫോർമലായിട്ട് കൈമാറിയിട്ടുണ്ട് എന്നുള്ള ഒരു വസ്തുത മുന്നിൽ നിൽക്കെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് അത് റെയ്ഡ് ചെയ്ത് അദ്ദേഹം എന്തോ കള്ളനാണ് എന്ന മട്ടിലേക്കുള്ള ഒരു വലിയ പ്രചരണത്തിന് ഇവിടെ കാരണമായത്. ഇങ്ങനെയുള്ള ദുർനടപ്പുകളല്ല SITയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ അവസരത്തിൽ തന്ത്രിക്ക് ജാമ്യം നൽകിയിരിക്കുന്ന കൊല്ലം വിജിലൻസ് കോടതിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. സ്വാമി ശരണം. ജയ് ഹിന്ദ്.